ശബരിമല വിഷയത്തിൽ സർക്കാരിനൊപ്പമെന്ന് ആവർത്തിച്ച NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സമദൂരത്തിലെ ശരിദൂരമെന്നാണ് വിശദീകരണം. പ്രതിനിധി സഭയിൽ നിലപാട് വ്യക്തമാക്കിയ ജി സുകുമാരൻ നായർ കോൺഗ്രസിനെയും BJPയെയും വിമർശിച്ചു. നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞ BJP വഞ്ചിച്ചെന്നും കോൺഗ്രസ് ഒന്നും ചെയ്തില്ലെന്നുമാണ് കുറ്റപ്പെടുത്തൽ. സമദൂര നിലപാടാണ്. ഈ രാഷ്ട്രീയത്തിന് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലാന്ന്. നമ്മൾ ആ സമദൂരം തുടരും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ഞങ്ങളില്ല. ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഉണ്ടോ? ശരിദൂരം ഉണ്ട്. അതാണ് ഇപ്പൊ കാണിച്ചതാ. ഈ നിലപാടിന് യാതൊരു മാറ്റമില്ല. അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പൂർണ്ണമായിട്ട് അത് ഞങ്ങളുടെ മെമ്പേഴ്സിനും കൂടെ അറിയത്തക്ക രീതിയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും അത് അംഗീകരിച്ചു. പ്രതിഷേധങ്ങളുണ്ടായാലും നേരിടുമെന്ന നിലപാടിലാണ് സംഘടനാ നേതൃത്വം. ജനറൽ സെക്രട്ടറിയുടെ നിലപാടിനെ പ്രതിനിധി സഭാംഗങ്ങളും പിന്തുണച്ചു. സർക്കാരിന് അനുകൂലമായ NSS SNDP നിലപാടുകളിൽ കോൺഗ്രസിന് ആശങ്കയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഞങ്ങൾ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ തന്നെ എഴുതുന്നതാണ് അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന്. ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങളുടേത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. കേരളത്തിലെ UDF എടുത്തിരിക്കുന്നത് ഉറച്ച മതേതര നിലപാടാണ്. ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഭൂരിപക്ഷ വർഗീയതയ്ക്കും എതിരാണ്. ഞങ്ങൾ ഒരു പ്രീണന നയം ഞങ്ങളുടേതില്ല. അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ CPM ആ പ്രീണന നയവുമായി പോവുകയാണ്. ഇപ്പോൾ അവരുടെ ഭൂരിപക്ഷ വർഗീയതയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. ഞങ്ങൾ അവരെടുത്ത നിലപാടിനെ പറ്റി പരാതി പറഞ്ഞിട്ടില്ല, ആരോപണം ഉന്നയിച്ചിട്ടില്ല, ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. സംഘടനകളെ അനുനയിപ്പിക്കാൻ BJP മുതിർന്ന നേതാവ് V മുരളീധരനെ ചുമതലപ്പെടുത്തി. NSS SNDP നേതാക്കളുമായി പാർട്ടിക്ക് അടുത്ത ബന്ധം തന്നെയെന്ന് BJP ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി 24നോട് പറഞ്ഞു. BJPയുമായിട്ട് എല്ലാവർക്കും നല്ല ബന്ധമാണുള്ളത്. BJPയുമായിട്ട് ഇവരെല്ലാം കൃത്യമായിട്ടുള്ള എല്ലാ സമയത്തും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് അവരുടെ നിലപാടുകൾ എന്താണെന്നുള്ളത് BJPക്ക് വ്യക്തമായിട്ട് അറിയാം. BJPയുടെ നിലപാട് എന്താണെന്നുള്ളത് അവർ പരസ്യമായിട്ട് പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. BJPയുടെ അവർക്കുള്ള നിലപാട് എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനകത്ത് ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയമൊന്നുമില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് R ശ്രീജിത്തും, കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്ന് R അരുൺരാജും, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും നമ്മോടൊപ്പം ചേരും. ആദ്യം നമ്മൾ പോകുന്നത് R ശ്രീജിത്തിലേക്കാണ്, തിരുവനന്തപുരത്ത്. ശ്രീജിത്ത്, ഗുഡ് ഈവനിങ്. ഈ വിഷയത്തിൽ മന്നത്തു പത്മനാഭന്റെ കാലം മുതലുള്ള അതേ നിലപാടിലാണ് NSS, സമദൂരം. പക്ഷേ ആ സമദൂരത്തിൽ ഒരു ശരിദൂരമുണ്ട്. ഇതൊരു വിഷയാധിഷ്ഠിത നിലപാടാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടായി, അവരത് തിരുത്തി. അതുകൊണ്ട് തന്നെ ആ ശരിയായ നിലപാടിനൊപ്പം NSS നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ, മറുവശത്ത് മറ്റു പാർട്ടികൾക്ക് ആശങ്കയുണ്ട്, അങ്കലാപ്പുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നു. എന്നാൽ അതില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. BJPയുമായി അടുത്ത ബന്ധമാണെന്ന് BJPയുടെ ഭാഗത്തു നിന്നും പറയുന്നു. ഇവിടെ NSS ജനറൽ സെക്രട്ടറി നൽകാൻ ശ്രമിച്ച സന്ദേശം എന്താണ് മറ്റു പാർട്ടികൾക്ക്? തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി R ശ്രീജിത്ത് ഇപ്പോൾ തന്നെ ചേരുന്നതാണ് നമ്മോടൊപ്പം. സമദൂരത്തിലെ ശരിദൂരമെന്നാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഇന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ നിലപാട് ചർച്ചയായിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് NSSന്റെ പ്രതിനിധി സഭാ യോഗത്തിൽ അദ്ദേഹത്തിന് പിന്തുണ ലഭിച്ചു എന്നതാണ്. ഫ്ലെക്സ് അവിടെയും ഇവിടെയും ഒക്കെ വരും, അതങ്ങനെയാണ് എന്നൊരു കാര്യം അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞിരുന്നു. R ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഞാൻ ചോദിച്ച ചോദ്യം കേട്ടെങ്കിൽ അതിന്റെ ഉത്തരം. ശ്രീജിത്ത്, ഇന്നിപ്പോൾ NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാട് നമ്മൾ വീണ്ടും കണ്ടു. സമദൂരത്തിലെ ഒരു ശരിദൂരം എന്നാണ് അദ്ദേഹം പറയുന്നത്. വിഷയാധിഷ്ഠിതമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ ശരിയെന്ന് തോന്നി, അതുകൊണ്ട് ആ ശരിയോടൊപ്പമാണ് NSS. അതിനപ്പുറമായ രാഷ്ട്രീയം അതിൽ കാണണ്ട എന്ന് അദ്ദേഹം പറയുന്നു. മറുഭാഗത്ത് കോൺഗ്രസിന് ഈ കാര്യത്തിൽ അങ്കലാപ്പില്ല, ആശങ്കയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. BJP നേതാക്കളുമായി നല്ല ബന്ധമാണുള്ളതെന്ന് BJPയുടെ ഭാഗത്ത് നിന്ന് അനൂപ് ആന്റണി പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ പല പ്രതികരണങ്ങൾ വരുന്നു. ഫ്ലെക്സ് ഒരു വഴിക്ക് വരും, ഫ്ലെക്സ് വെക്കുന്നവർ വെച്ചോട്ടെ, അതിൽ താൻ ഭയപ്പെടുന്നില്ല. ഒപ്പം തന്നെ പ്രതിനിധി സഭാ യോഗത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു പിന്തുണയുമുണ്ടല്ലോ. ഇവിടെ NSS ജനറൽ സെക്രട്ടറി കൊടുക്കാൻ ശ്രമിച്ച ഒരു സന്ദേശം എന്താണ്? ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സർക്കാരിന് NSS പിന്തുണ പ്രഖ്യാപിച്ചത്. അത് NSSന് സർക്കാർ സ്വീകരിച്ച നിലപാടുകളിലുള്ള താല്പര്യം കൊണ്ടാണ് എന്നാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഈ പിന്തുണ നൽകുന്ന ഘട്ടങ്ങളിലൊക്കെ പ്രതികരിച്ചിരുന്നത്. എന്നാൽ ഒരു ഘട്ടം കൂടി കടന്ന് സർക്കാരിനെ പിന്തുണയ്ക്കുകയും ഒപ്പം തന്നെ കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്യുന്ന സമീപനത്തിലേക്ക് ജി സുകുമാരൻ നായർ വന്നു. അതാണ് വലിയ വിവാദമാകുകയും ഫ്ലെക്സ് അടക്കമുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാകുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ
താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന പിന്തുണ NSS പ്രഖ്യാപിച്ചിരിക്കുന്ന പിന്തുണ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് എന്നാണ് ഇന്നത്തെ പ്രതിനിധിസഭാ യോഗത്തിന് ശേഷം ജി സുകുമാരൻ നായർ മാധ്യമങ്ങളോടും ഒപ്പം തന്നെ യോഗത്തിനകത്തുമൊക്കെ പറഞ്ഞത്. അതിന് അദ്ദേഹത്തിന് സമുദായ നേതൃത്വത്തിൽ നിന്ന് നല്ല പിന്തുണ ലഭിച്ചു. NSS ജനറൽ സെക്രട്ടറി സ്വീകരിച്ച നിലപാടിനെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എല്ലാവരും പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് അവിടെ ഉണ്ടായത്. എന്നാൽ അതിനപ്പുറത്തേക്ക് കടന്ന ഇത് സർക്കാരിനോ ഇടതുപക്ഷത്തിനോ നൽകുന്ന ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പിന്തുണയായി കാണേണ്ടതില്ല എന്നാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. മന്നത്ത് പത്മനാഭന്റെ കാലം മുതൽ ഈ രാഷ്ട്രീയ മുന്നണികളോട് സമദൂരം പാലിക്കുന്ന ശൈലിയാണ് NSS അനുവർത്തിച്ചു പോരുന്നത്. PK നാരായണപ്പണിക്കരുടെ കാലത്താണ് ഈ സമദൂര സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നത്. ഒരു ഘട്ടത്തിൽ NSSന് സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്ന സമുദായ സംഘടനയായിരുന്നു. അതൊക്കെ പിന്നീട് മാറി. എന്നാൽ ഇപ്പോൾ ഈ സമദൂരത്തിലെ ശരിദൂരം കണ്ടെത്തുമെന്ന് പറയുമ്പോൾ അതിന് രാഷ്ട്രീയ വിവക്ഷയില്ല എന്നാണ് ജനറൽ സെക്രട്ടറി പറയുന്നത്. എങ്കിൽ പോലും അത് CPM-നോട് സർക്കാരിനോട് കൂടുതൽ അടുക്കുന്നു എന്നുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകിയിട്ടുണ്ട്. അത്രയും വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുന്ന പ്രതികരണങ്ങൾ ജി സുകുമാരൻ നായരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതാണ് പ്രതിഷേധങ്ങൾക്കിട വെച്ചത്. എന്തായാലും തന്റെ നിലപാട് ഒന്നുകൂടി വിശദീകരിച്ചോടെ ഇതുമായി ബന്ധപ്പെട്ട് സമുദായത്തിനകത്തുണ്ടായിരിക്കുന്ന എതിർവികാരങ്ങൾക്ക് തടയിടാൻ സുകുമാരൻ നായർക്ക് കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. BJP നേതൃത്വവും അപ്പോൾ കോൺഗ്രസും ഒക്കെ തന്നെ NSSുമായുള്ള ആശയവിനിമയം നടത്താൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഈ കാര്യങ്ങൾ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടിൽ ഒരു തെറ്റുമില്ല, ഒരു മാറ്റവുമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം ഇന്ന് പ്രതികരിച്ചത്. ക്രിസ്റ്റീന, ശ്രീജിത്ത്, ഈ സമുദായ നേതാക്കൾക്കിടയിലുള്ള ഒരു സംശയം അതിന് ഉത്തരമായി എന്ന് നമ്മൾ പറയുമ്പോഴും അത് പ്രതിനിധി സഭയിൽ അദ്ദേഹത്തിന് പിന്തുണ ലഭിച്ചു. പക്ഷേ പലയിടത്തും കരയോഗത്തിൻ്റെതെന്ന പേരിൽ ഫ്ലെക്സ് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്ക പൂർണ്ണമായി അകന്നുവെന്നറിയില്ല. BJP-യുടെയും കോൺഗ്രസിന്റെയും ഭാഗത്ത് നിന്ന് നേതാക്കൾ അദ്ദേഹത്തെ കാണണമെന്ന് പറയുന്നുണ്ട്. സംസാരിക്കാനാണെങ്കിൽ വന്നോട്ടെ, പക്ഷേ ഇതിലെ ഈ കാര്യം വ്യക്തമാക്കി ഇതിലെ രാഷ്ട്രീയം കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പറയാതെ അദ്ദേഹം പറയുന്നത് എന്താണ്? ക്രിസ്റ്റീന, ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിലുള്ള പ്രതിഷേധമാണ് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സ്വീകരിച്ച നിലപാടിനെതിരെ നായർ സമുദായത്തിൽ നിന്നുണ്ടായത്. ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ പല ഭാഗത്തും കരയോഗങ്ങളുടെ പേരിൽ ഫ്ലെക്സ് ബോർഡുകൾ മറ്റും പ്രത്യക്ഷപ്പെട്ടു. അത് ഒരു പുതിയ കാലത്ത് സംഭവിക്കുന്ന ചില പ്രവണതകളാണ്. സാധാരണ NSS നേതൃത്വം എടുക്കുന്ന നിലപാടുകളെ പരസ്യമായി ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ഒന്നും ആരും കൂട്ടാക്കുമായിരുന്നില്ല. അതൊക്കെ സമുദായത്തിനകത്ത് നിൽക്കുന്ന ചർച്ചകളിൽ ഒതുങ്ങിയിരുന്നു. എന്നാൽ പരസ്യമായുള്ള പ്രതിഷേധങ്ങൾ കൂടി വരുന്നത് പുതിയ കാലത്തിന് ചില പ്രത്യേകതകളായിട്ടാണ് സമുദായ നേതൃത്വം കാണുന്നത്. എങ്കിൽ പോലും നായർ സമുദായത്തിന്റെ കരയോഗങ്ങളെ പ്രതികരിച്ച് പ്രതിസമാംഗങ്ങളായി വരുന്ന ആളുകളെല്ലാം NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നത് അദ്ദേഹത്തിന് ആശ്വാസകരമായ കാര്യമാണ്. അവിടെ എതിർ ശബ്ദങ്ങൾ ഒന്നും അദ്ദേഹത്തിന് എതിരെ ഉയർന്നിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ നിലപാടിനുള്ള വിജയമായി തന്നെ കാണുന്നു. എന്നാൽ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട് ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെലേക്കുള്ള സൂചനയാണോ എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ NSSനെ വിവാദത്തിലാക്കിയിട്ടുള്ളത്. സാധാരണ ഇത്തരം വിഷയങ്ങളിൽ വളരെ കർശനമായ സമീപനം സ്വീകരിക്കുന്ന NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഇപ്പോൾ സർക്കാരിനോട് അടുക്കുന്നെന്ന പ്രതീതിയാണ് ഈ നിലപാട് മാറ്റം മൂലം ഉണ്ടായിരിക്കുന്നത്. അതാണ് വിവാദങ്ങൾക്ക് ഇട നൽകുന്നത്. എന്നാൽ പരമ്പരാഗതമായി UDF-നോട് ആഭിമുഖ്യം പുലർത്തുന്നതായിരുന്നു NSSന്റെ സമദൂരത്തിനിടയിലും ഉള്ള ശരിദൂരം. എന്നാൽ അതിലൊരു മാറ്റം വരുമ്പോൾ അത്തരം കാര്യങ്ങളിലുള്ള ആശങ്ക പരിഹരിക്കാനുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം മറ്റും NSSുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. BJP ആകട്ടെ NSSുമായി അടുക്കാൻ ശ്രമിക്കുകയുമാണ്. ശരി, എന്തായാലും ഇതിന്റെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനിയും വരാനിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.